നൈലെന്ന നദിയിൽ പണ്ട് നീരാടും മാസിയ കണ്ട് നീളെയൊരു പെട്ടിയുരുണ്ട് ഒഴുകി വന്നു ചാരത്തൊതുങ്ങി നിന്നു തെല്ലും മടിയാതെ കൊതിയോടെ എടുത്തിടുന്നു. നൈലെന്ന നദിയിൽ പണ്ട് നീരാടും മാസിയ കണ്ട് നീളെയൊരു പെട്ടിയുരുണ്ട് ഒഴുകി വന്നു ചാരത്തൊതുങ്ങി നിന്നു തെല്ലും മടിയാതെ കൊതിയോടെ എടുത്തിടുന്നു. പെട്ടിയടുത്തവർ കൊട്ടാരത്തിൽ ചെന്ന പെട്ടി തുറന്നപ്പോൾ പെട്ടിക്കുള്ളിലെ രോമന പൈതൽ പുഞ്ചിരി പൂണ്ട് കിടന്നപ്പോൾ കുട്ടിയെ കണ്ട ഫിർഔൻ രാജൻ അരിശം കൊണ്ട് വിറച്ചപ്പോൾ കുട്ടിയെ ക്ഷണമിൽ കൊല്ലാൻ രാജൻ പടവാളോങ്ങിയടുത്തപ്പോൾ പാടില്ലെന്ന് ബീവിയോതിടുന്നു, കുഞ്ഞിനെ താരാട്ടുന്നു. നൈലെന്ന നദിയിൽ പണ്ട് നീരാടും മാസിയ കണ്ട് നീളെയൊരു പെട്ടിയുരുണ്ട് ഒഴുകി വന്നു ചാരത്തൊതുങ്ങി നിന്നു തെല്ലും മടിയാതെ കൊതിയോടെ എടുത്തിടുന്നു. കൊട്ടാരത്തിൽ നിന്ന പൈതൽ കാലം കൊണ്ട് വളർന്നപ്പോൾ കുട്ടി പ്രവാചകൻ മൂസാ നബിയാണെന്നും ബീവി അറിഞ്ഞപ്പോൾ ദുഷ്ടൻ ഫറോവ മൂസാ നബിയുടെ അത്ഭുത സൃഷ്ടികൾ കണ്ടപ്പോൾ ദുഃഖം പൂണ്ടതികോപത്താൽ പല വേലകൾ രാജനൊരുക്കുമ്പോൾ വീഴുന്നില്ല, നബിയിൽ ഏൽക്കുന്നില്ല, ചതിയിൽ വീഴുന്നില്ല. നൈലെന്ന നദിയിൽ പണ്ട് നീരാടും മാസിയ കണ്ട് നീളെയൊരു പെട്ടിയുരുണ്ട് ഒഴുകി വന്നു ചാരത്തൊതുങ്ങി നിന്നു തെല്ലും മടിയാതെ കൊതിയോടെ എടുത്തിടുന്നു.